ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളെ ശരീരം തന്നെ നമ്മൾ ഒറ്റ ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് തോന്നും എന്താ നമ്മൾ ഒരാളല്ലേ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തലയിൽ പെയിനുണ്ട് അല്ലേ, പെയിൻ ഉണ്ടാവാം, ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ അതുപോലെയുള്ള ഒരുപാട് ജീവികൾ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൂട്ടം ജീവികളാണല്ലോ ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ഭൂമി മൊത്തം ഉണ്ട്. പക്ഷെ നമുക്ക് കണ്ണ് കൊണ്ട് നോക്കിയാൽ ഇതിനെ കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് ഇതിനെ കാണാൻ പറ്റില്ല. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകളിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ജീവികളാണ് ഈ ബാക്ടീരിയ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 മൈക്രോമീറ്റർ, അതായത് ഒരു മൈക്രോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു സെൻറ്റിമീറ്ററിനേക്കാളൊക്കെ എത്രയോ ചെറിയൊരു യൂണിറ്റാണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 മൈക്രോമീറ്റർ മാത്രമാണ് ഈ ബാക്ടീരിയകൾക്ക് ഉണ്ടാവുക. അപ്പോൾ വളരെ ചെറിയ ജീവികളാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ബാക്ടീരിയകളെ ഇപ്പോൾ നമ്മളെ ശരീരത്തിൽ തന്നെ ഇത് എവിടെയുണ്ട് എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ വയറിനകത്ത് ഏകദേശം 1-2 കിലോളം ബാക്ടീരിയകൾ കാണുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ ടോട്ടൽ വെയിറ്റിൻ്റെ 2 കിലോ ഒക്കെ ബാക്ടീരിയകളാണ്. അപ്പം നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ വായ നോക്കിയാൽ മതി. രാവിലെ എപ്പോഴും നമ്മൾ ഉണർന്നു വരുമ്പോൾ നമ്മുടെ വായ്ക്കകത്ത് വെള്ള നിറത്തിലുള്ള പാടയുണ്ടാവും, പൂപ്പൽ പിടിച്ച പോലെ. ആ പൂപ്പൽ പിടിച്ചതൊക്കെ ഈസ്റ്റുകളിൽ പോലെയുള്ള അല്ലെങ്കിൽ ചില ബാക്ടീരിയകളിലൊക്കെ കൂടിയിട്ടുള്ള ഒരു കോളനികളാണ് നമ്മൾ രാവിലെ നാക്ക് വടിക്കുമ്പോൾ വെള്ളം നിറത്തിൽ നമ്മൾ വടിച്ച് കളയുന്നത്. അതുപോലെ നമ്മുടെ മൂക്കിനകത്തും നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തും നമ്മളെ ശരീരത്തിൻ്റെ ഗന്ധം പോലും, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മണം, ചിലർക്കൊക്കെ ഭയങ്കര നാറ്റമായിരിക്കും എന്നൊക്കെ പറയും അല്ലേ, ശരീരത്തിൽ നിന്ന് നാറ്റം വരുന്നു, വിയർപ്പ് നാറ്റം, അതൊക്കെ പല ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ചില മോളിക്യൂൾസ് പോലും ആ സ്മെല്ലിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ബാക്ടീരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണ് രോഗം വരുന്നു അല്ലേ, ഒരു രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്, ക്ഷയരോഗം, പല 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 രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ രോഗം തന്നെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ചില കേസുകളിലെങ്കിലും. ഇപ്പോൾ ന്യൂമോണിയ അങ്ങനെയൊക്കെയുള്ള ചില കേസുകളില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാവും എന്ന് തന്നെ ഉള്ള രീതിയിൽ നിങ്ങളിത് പഠിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബാക്ടീരിയകളെ ബേസിക്കലി വളരെ ചെറിയ ജീവികളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഷേപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റൗണ്ട് ഷേപ്പ് ഉണ്ടാവും, അതിനെ നമ്മൾ കോക്കി അല്ലെ കോക്കസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ വിബ്രിയോ എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു കോമ ഷേപ്പുള്ള ഈ ഒരു വാലൊക്കെ ആയിട്ടുള്ള ആ സ്ട്രക്ചറിനെയാണ്, വാലൊന്നും അല്ല അത് ഫ്ലജല്ല എന്ന് പറയും. അതതിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതിന് വിബ്രിയോ എന്നാണ് ആ ഷേപ്പിന് പറയുക. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. പിന്നെ ബാസിലസ്, ഈ റോഡ് ഷേപ്പായിട്ടുള്ള, അതായത് നീണ്ടിരിക്കുന്ന ഈ സ്ട്രക്ചറാണ് ബാസിലസ് എന്നാണ് വിളിക്കുക. അത് നമ്മുടെ പാലിലൊക്കെ തൈരിലൊക്കെ ഉണ്ടാകുന്ന ലാക്ടോ ബാസിലസ് എന്നൊക്കെ പറയുന്ന ബാക്ടീരിയൊക്കെ റോഡ് ഷേപ്പുള്ള ബാക്ടീരിയകളാണ്. അതേസമയം കോളറ ഉണ്ടാക്കുന്ന വിബ്രിയോ കോളറേ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയകളുണ്ട് അല്ലേ, അതൊക്കെ വേറെ ഷേപ്പാണ് ഈ വിബ്രിയോ ഷേപ്പിലൊക്കെ ഉള്ള. ഇനി സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മടങ്ങി 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 ഇരിക്കുന്നതിനെ സ്പൈറലായിട്ടൊക്കെ ഇരിക്കുന്നതിനെ സ്പൈറോകീറ്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ അത് കുറേ സെക്ഷൽ ഡിസീസസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ ഉണ്ട്, അതൊക്കെ ആ കാറ്റഗറിയിലൊക്കെ പെടും. പിന്നെ സ്പൈറില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഷേപ്പ് ഉണ്ട്, അല്ല ഇങ്ങനെ താഴെ കാണിച്ചിരിക്കുന്ന ആ ഷേപ്പാണ്. ഇങ്ങനെ പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള ബാക്ടീരിയകൾ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി നമ്മൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ, അതായത് അതിൻ്റെ ബോഡി, അതിൻ്റെ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് ഏകദേശം ഒരു ധാരണ വരും. ഒരു ക്യാപ്സ്യൂൾ പോലെ അല്ലേ, ഒരു എന്താ പറയുക, ഒരു ചെറിയ സ്ട്രക്ചറാണ്. ഇതിനാകെ 2 മൈക്രോമീറ്റർ മാത്രമേ ഇതിന് സൈസുള്ളൂ. അപ്പോൾ ആ സൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പുറത്ത് ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാവും. ഒരു ക്യാപ്സ്യൂൾ, എന്തിനാണ് ക്യാപ്സ്യൂള്? അതിനെ എന്താ പറയുക, എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതിന് വേറെ
പ്രൊട്ടക്റ്റിങ്, അതിന് വീടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് ഒരുപാട് ദുർഘട സാഹചര്യങ്ങളിലായിരിക്കും ബാക്ടീരിയ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സാഹചര്യങ്ങളെ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സ്യൂള് സ്ലൈമിയൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു മരുന്ന് കഴിക്കുന്നു, ഒരു ബാക്ടീരിയ, ഒരു തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ടീരിയക്കെതിരെ ആൻറ്റിബയോട്ടിക് കഴിക്കും അല്ലേ? അപ്പോൾ ആ ആൻറ്റിബയോട്ടിക്കിനൊക്കെ എതിർക്കാൻ ബാക്ടീരിയയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ അതിന് ഇങ്ങനെയുള്ള സ്ലൈമി ആയിട്ടുള്ള ക്യാപ്സ്യൂളൊക്കെ അതിനെ സഹായിക്കും. പിന്നെ അതിൻ്റെ ഈ ക്യാപ്സ്യൂളിൻ്റെ അടിയിലാണ് അതിൻ്റെ സെൽ വാൾ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് അതിന് ഷേപ്പ് കൊടുക്കുന്നത്. ഈ സെൽ വാൾ അതിൻ്റെ ഷേപ്പ് ആ ഷേപ്പ് കിട്ടുന്നത് സെൽ വാളിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ സെൽ വാൾ പൊതുവേ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബാക്ടീരിയയിൽ ചെടികളിലാണെങ്കിൽ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും ഫംഗസുകളിൽ കൈറ്റിൻ എന്നൊരു മെറ്റീരിയലും ഇനി ബാക്ടീരിയയിലാണെങ്കിൽ മ്യൂറാമിക് ആസിഡ് അങ്ങനെയൊക്കെയുള്ള ചില പെപ്റ്റിഡോഗ്ലൈക്കൻ ഇതൊക്കെയാണ് ബാക്ടീരിയയുടെ സെൽ വാളിൽ ഉണ്ടാവുക. അതൊക്കെ ഓരോ ചെറിയൊരു ബയോമോളിക്യൂൾസാണ്. നിങ്ങൾ ജസ്റ്റ് അതിനെക്കുറിച്ച് ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് വായിക്കണം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിച്ച് റെക്കോർഡ് ചെയ്ത് തരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൽ വാളിൻ്റെ അടിയിൽ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ കാണും. അതാണ് അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ജീവനുള്ള ഭാഗം. അതായത് ജീവനുള്ള അതിൻ്റെ ഏറ്റവും നമ്മുടെ സ്കിന്നൊക്കെ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ. സ്കിന്ന് പോലെ അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും പുറമേ സ്കിന്നുള്ള പോലെ ഇതിൻ്റെ നമ്മുടെ സ്കിന്നിപ്പോൾ മുറിച്ചാൽ ബ്ലഡ് വരുമല്ലോ, അതുപോലെ ഇതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ലിക്വിഡ്സൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ പിന്നെ അതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഹോൾ ലിക്വിഡ് പാർട്ടിൻ്റെ പേരാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൽ 80% വെള്ളമാണ് കേട്ടോ. പിന്നെ സൈറ്റോപ്ലാസിലാണ് മറ്റുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ കാണുക. അതിൽ പ്രധാനമായിട്ടും ഈ DNA, അതായത് ഡീഓക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറയുന്ന DNA, ജനിതക ഘടന എന്നൊക്കെയാണ് പറയുക, ജനിതക ഘടന. അപ്പോൾ നമുക്കൊരു ജനിതക ഘടന ഉണ്ടല്ലോ. അപ്പോൾ ആ DNA ഉള്ളത് ഈ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ നിങ്ങൾ ഇതിൽ കാണുന്നില്ലേ, ഈ ചിത്രത്തിൽ ഇങ്ങനെ ചൊറഞ്ഞാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ പിന്നെ ഇതിനകത്ത് ന്യൂക്ലിയോയിഡും ഈ സൈറ്റോപ്ലാസിനകത്ത് വേറെയുള്ളൊരു സ്ട്രക്ചറാണ് റൈബോസോം എന്ന് പറയും. ഈ റൈബോസോം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ട്രക്ചറാണ്, ചെറിയ കടുകുമണിയല്ല, അതിനേക്കാളൊക്കെ എത്രയോ ചെറിയ സ്ട്രക്ചറാണ്. കടുകുമണി പോലെ ഈ ചിത്രത്തിൽ കാണാം. അപ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ സിന്തസിസ്, അതായത് ഈ ബാക്ടീരിയക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്നത് ഈ റൈബോസോം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ DNA എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാക്കുന്നത്, മെസഞ്ചർ RNA എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടാക്കുന്നത് ഈ DNA ആണ്. അപ്പോൾ DNA മെസ്സഞ്ചർ ഉണ്ടാക്കുന്നു. ആ മെസ്സഞ്ചർ പ്രകാരം പ്രോട്ടീൻ, അതിൽ മെസ്സഞ്ചറിൽ എന്താണോ മെസ്സേജ് ഉള്ളത്, ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണമെന്നാണോ മെസ്സേജ് ഉള്ളത്, ആ മെസ്സേജ് അനുസരിച്ച് റൈബോസോം എന്ത് ചെയ്യുന്നു, പ്രോട്ടീനെ ഉണ്ടാക്കുന്നു. ആ പ്രോട്ടീന് ഈ ബാക്ടീരിയനെ ജീവിക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ബാക്ടീരിയകളും വിഷം ഉണ്ടാക്കും, ടോക്സിൻസ്. ഇപ്പോൾ കോളറയുടെ ബാക്ടീരിയ കോളറ ടോക്സിൻ ഉണ്ടാക്കും. ആ ടോക്സിൻ എന്നൊക്കെ പറയുന്നത് പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ എല്ലാ ബാക്ടീരിയകൾക്കും അതിൻ്റേതായ പലതരം പ്രോട്ടീനുകൾ ഉണ്ടാക്കും. അതുണ്ടാക്കുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് റൈബോസോം. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ ഒരു എലിയുടെ വാലൊക്കെ പോലെ ഇതിൽ കാണുന്ന ഫ്ലജല്ലം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇത് വാലൊന്നുമല്ല, ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇതിൻ്റെ ലോക്കോമോഷൻ, അല്ലെങ്കിൽ ഇത് നടക്കൂലല്ലോ. അപ്പോൾ ഇത് വെള്ളമോ എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള വല്ല ബ്ലഡോ എന്തിലെങ്കിലും അതിൽ മൂവ് ചെയ്യണമല്ലോ, തെക്കോട്ടും വടക്കോട്ടും സഞ്ചരിക്കണമല്ലോ. അപ്പോൾ ഇതിനെ സഹായിക്കുന്നത് ഈ ഫ്ലജല്ലയുടെ മൂവ്മെൻ്റ് ആയിരിക്കും. ഈ ഫ്ലജല്ല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അപ്പോൾ എനർജി കിട്ടും, പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എനർജി കിട്ടുകയും അതിന് മൂവ്മെൻറ്റിനെ സഹായിക്കുകയൊക്കെ ചെയ്യും. പല ഫങ്ഷൻസ് ഉണ്ട്. അതിലൊരു ഫങ്ഷനാണ് ഈ ഫ്ലജല്ല. പിന്നെ ഈ ഫ്ലജല്ല ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു പ്രോട്ടീൻ കൊണ്ടാണ്. ആ പ്രോട്ടീൻ്റെ പേരാണ് ഫ്ലജല്ലിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ബാക്ടീരിയയുടെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത്. വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാരണം ബേസിക് ബോട്ടണി കോഴ്സ് ആയതുകൊണ്ട്, MLD കോഴ്സ് ആയതുകൊണ്ട് ഒരുപാടൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ്. കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിലൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. താങ്ക്